श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्दा राधा कान्दा नमोऽस्तुते तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पंगुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിച്ചു വരുന്നു. ഭഗവാന്റെ മഹാകൃപ കൊണ്ട് നമ്മൾ പഠിക്കുന്ന ശ്ലോകം 16 മുതലാണെന്ന്. ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മൾ പഠിച്ചു 12ാമത്തെ ശ്ലോകം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതീന്ദ്രിയ തലത്തിലുള്ള ഗ്രന്ഥങ്ങൾ, അതേപോലെ ഭൗതിക തലത്തിലുള്ള കൃതികൾ, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അതിനുശേഷം ഭക്തിയില്ലാതെ ജ്ഞാനത്തിനും കർമ്മത്തിനും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതേപോലെ അല്ലെങ്കിൽ ഈ ഒരു തീമാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ 12 മുതൽ 16 വരെ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യമായിട്ടുള്ളത് ഭക്തിയാണ് എന്നുള്ളത്. 13 വ്യാസദേവൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നാരദമുനി എടുത്തു പറഞ്ഞു. 14ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ എന്താണ് പറയുന്നത്? നാരദമുനി പറയുന്നു, ഭഗവാനെക്കുറിച്ച് പറയാത്ത കാര്യങ്ങളെല്ലാം, അതായത് പൃഥഗ്ദൃശ, അതായത് ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് പറയാത്ത വിഷയങ്ങളെല്ലാം അതുകൊണ്ടൊരു പ്രയോജനമില്ല. എങ്ങനെയാണോ മനസ്സ് ഡൈവേർട്ടായി പോകുന്നത്. നമ്മളൊരു ഉദാഹരണം കണ്ടു. വായു അല്ല കാറ്റടിക്കുമ്പോൾ എങ്ങനെയാണോ വഞ്ചി ദിശ മാറുന്നത്, അതേപോലെ വേറെ ദിശയിലേക്ക് പോകുന്നു. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അതാണ് പറയുന്നത്. എന്നാൽ ഭഗവാനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഒരു പുസ്തകമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പദ്യമാണെങ്കിലും പോയമാണെങ്കിലും എന്താണെങ്കിലും ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്, ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. 15ാമത്തെ ശ്ലോകത്തിൽ വ്യാസദേവൻ നാരദമുനി എടുത്തു പറയുന്നു, എല്ലാവർക്കും ആസ്വദിക്കാനുള്ളൊരു പ്രവണതയുണ്ട്. അപ്പോൾ അങ്ങ് ഇത് വിശദീകരിച്ച സമയത്ത് എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുത്ത പോലെയായി. ഇന്ദ്രിയ സുഖങ്ങൾ
അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്കുള്ള അവസരങ്ങൾ കൊടുത്ത പോലെയായി. ധർമ്മത്തിൻ്റെ പേരിൽ ആളുകൾ എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അങ്ങനെയൊരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം വ്യാസദേവനോട് നാരദമുനി പറയുന്നു, അങ്ങ് ആളുകൾക്ക് വേണ്ട കാര്യം പറഞ്ഞു കൊടുത്തില്ല, അതാണ് സംഭവിച്ചത്. ജുഗുപ്ഷിതം എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ധർമ്മത്തിൻ്റെ പേരിൽ ആളുകൾ അവരുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല. അങ്ങനൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യാസദേവനോട് പറയുന്നു, അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് പറയുക, ഭഗവാനെക്കുറിച്ച് മാത്രം വിശദീകരിക്കുക എന്നാണ് പറയുന്നത്. അത് ആർക്കാണ് സാധിക്കുന്നത്? വിചക്ഷണ നിവൃത്തി സുഖം. അതാണ് ഇനി നമ്മൾ ഈ 16 പഠിക്കാൻ പോകുന്നത്. ആർക്കാണിത് സാധിക്കുന്നത്? 16ാമത്തെ ശ്ലോകത്തിൻ്റെ പൊരുൾ അല്ലെങ്കിൽ എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരദമുനി അവിടെ പറയുന്നു, ഭഗവാനെക്കുറിച്ച് നീ പറയണം. എല്ലാവർക്കും ഉപകാരമാവുന്ന രീതിയിൽ, ഭഗവാനെക്കുറിച്ച് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നീ പറയണം. ഭഗവാനെക്കുറിച്ച് കൂടുതൽ ലീലകളും നാമരൂപ ഗുണലീലയെക്കുറിച്ച് കൂടുതൽ വിവരിക്കണം. അത് നിനക്ക് സാധിക്കുകയും ചെയ്യും. കാര്യം അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നു. നമുക്ക് നോക്കാം. 16 വിചക്ഷണോസ്യാർഹതി വേദിതും വിഭോർ അനന്തപാരസ്യ നിവൃത്തിതസുഖം. വിചക്ഷണോസ്യാർഹതി വേദിതും വിഭോർ അനന്തപാരസ്യ നിവൃത്തിതസുഖം. പ്രവർത്തമാനസ്യ ഗുണൈര അനാത്മനസ്തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. പ്രീത മാതാജി വായിക്കും. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിചക്ഷണോസ്യാർഹതി വേദിതും വിഭോ അനന്തപാരസ്യ നിവൃത്തിതസുഖം. പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനം തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. വർത്തനം ശ്രീല പ്രഭുപാദി ജയ്. പരമപുരുഷനായ ഭഗവാൻ അനന്തനാകുന്നു. ഭൗതിക സുഖങ്ങളിൽ നിന്നും പൂർണ്ണമായി വിരമിച്ചവനും അതിശ്രേഷ്ഠനും അതിവിദഗ്ധനുമായ വ്യക്തിത്വ വിശേഷത്തിന് മാത്രമേ ആത്മീയ മൂല്യങ്ങളുള്ള ഈ ജ്ഞാനം ഗ്രഹിക്കാൻ അർഹതയുള്ളൂ. ആകയാൽ ഭൗതിക അഭിനിവേശം നിമിത്തം അത്ര ദൃഢമായി അവസ്ഥിതരല്ലാത്തവർക്ക് ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളുടെ വിശദമായ വർണ്ണനകളിലൂടെ താങ്കൾ ആത്മസാക്ഷാത്കാര മാർഗങ്ങൾ ദൃശ്യമാക്കണം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ, താങ്ക് യു. ഇപ്പോൾ ഇവിടെ പറയുന്നു, നാരദമുനി പറയുന്നത്, ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. വിചക്ഷണ, വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്ക് മാത്രം. അതേപോലെ തന്നെ നിവർത്തിത സുഖം, ഭൗതികമായിട്ടുള്ള സുഖങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ നിന്ന് വിരക്തി നേടിയിട്ടുള്ള വ്യക്തികൾ, അങ്ങനെയുള്ളവർക്കാണ് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള യോഗ്യത ഉള്ളൂ എന്നാണ് പറയുന്നത്. യോഗ്യത. എന്നാൽ അപ്പോൾ അതുകൊണ്ട് വ്യാസദേവനോട് പറയുന്നു, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. സാധാരണ ജനങ്ങൾക്ക്, കാര്യം അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല, അതിനുള്ള യോഗ്യതയുമില്ല. പക്ഷെ നീ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി ഭഗവാന്റെ ലീലകളെക്കുറിച്ച്, ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ചും എല്ലാം വളരെ നല്ല രീതിയിൽ അതിനെ കൂടുതൽ വിശദീകരിക്കൂ എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യം, അതാണ് ഈ ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് അല്ലേ. ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും സാധിക്കുന്ന കാര്യമല്ല. വളരെ എക്സ്പേർട്ടായിട്ടുള്ള, വിചക്ഷണ എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഭൗതിക തലത്തിലുള്ള എല്ലാ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖഭോഗങ്ങളോ അല്ലെങ്കിൽ ഭൗതിക തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആസക്തികളിൽ നിന്നും പുറത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ വിരക്തി നേടിയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ആധ്യാത്മിക ജ്ഞാനം നേടാനുള്ള ഒരു യോഗ്യത ഉണ്ടാവുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ
അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നതും എന്ത് ബഹുനാം ജന്മനാം മന്ദേ ജ്ഞാനവാം മാ പ്രപദ്യത്തെ വാസുദേവം സർവമിതി സമഹാത്മാ സുദുർലഭ. 7:19 പറയുന്നു, ബഹുനാം ജന്മനാം മന്ദേ, ഒരുപാട് ജന്മജന്മാന്തരങ്ങൾക്ക് ശേഷമാണ് ജ്ഞാനവാം മാം പ്രപദ്യത്തെ, മനസ്സിലാക്കുന്നത് ഭഗവാനെ ശരണം പ്രാപിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഭഗവാൻ പരമദൈവതമ പുരുഷൻ കൃഷ്ണനാണ് എന്നുള്ളതും, വാസുദേവം സർവമിതി സ മഹാത്മാ സുദുർലഭ, അങ്ങനെ ഭഗവാൻ കൃഷ്ണനാണ് എല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ആളുകൾ വളരെ 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 ചുരുക്കമാണുള്ളത്. കാര്യം ബഹുനാം ജന്മനാമന്ത്, ഒരുപാട് ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. സ മഹാത്മാ സുദുർലഭ, അങ്ങനെയുള്ള മഹാത്മാക്കൾ, അങ്ങനെയുള്ള ആളുകളെ മഹാത്മാക്കൾ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നത് സുദുർലഭ, ദുർലഭം എന്നല്ല, സുദുർലഭം, വളരെ 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 റെയറാണ്, ദുർലഭമാണ്. അപ്പോൾ ഭക്തി, അതിൻ്റെ അർത്ഥം എന്താണ്? ഭക്തിമാർഗത്തിൽ വരിക എന്ന് പറയുന്നത്, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മളിവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കുന്നു, പഠിക്കുന്നു, ചെറിയ കാര്യമല്ല. ബഹുനാം ജന്മനാമന്തേ, നമ്മൾ മഹാത്മാക്കളാണെന്നല്ല പറയുന്നത്, മഹാത്മാക്കളായിട്ടില്ല, പക്ഷേ നമ്മൾ ആ ഒരു പാതയിലാണ്, ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാത്മാവാൻ സമയമെടുക്കും, എന്നാൽ സാധിക്കും. സാധിക്കാത്ത കാര്യമല്ല, സാധിക്കാനുള്ള എല്ലാ വഴികളും ഭഗവത്ഗീതയും ഭാഗവതവും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ബഹുനാം ജന്മനാം മന്ദേ, ജന്മജന്മാന്തരങ്ങളുടെ നമ്മുടെ ഈ ഒരു ട്രാൻസ്മൈഗ്രേഷൻ കഴിഞ്ഞ് ഒരുപാട് 84 ലക്ഷം യോനികളിലൂടെ സഞ്ചരിച്ച് അവസാനം നമ്മളൊന്ന് സീരിയസ് ആയിട്ട് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് നമ്മൾ മാനസികമായിട്ട് എത്രമാത്രം തയ്യാറായിട്ടുണ്ടോ എന്നറിയില്ല, എന്നാൽ ശാരീരികമായിട്ടെങ്കിലും നമ്മളിവിടെ ഇരിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു, നാമം ജപിക്കാൻ ശ്രമിക്കുന്നു, പലതും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഉള്ളിൽ എത്രമാത്രം അതിനുള്ള ആസക്തി ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കേ അറിയുള്ളൂ. എന്നാലും ഇത്രയും സംഭവിച്ചു, ഇത് ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞു കിട്ടിയിട്ടുള്ള അവസരമാണ് എന്ന് പറയുന്നു, ശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ഒരു അവസരം കളയരുത് എന്നുള്ളതാണ് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളൂ, ഇനി 7:3 പറയുന്നുണ്ട്, മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയെ യദതാം അപ്യസിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. 7:3 പറയുന്നു, മനുഷ്യാനാം സഹസ്രേഷു, അതായത് ആയിരക്കണക്ക്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമാണ് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ അവർക്ക്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നത്. അത്രയും റെയറാണ്. യതതാം അഭിസിദ്ധാനം കശ്ചിൻ മാം വേത്തി തത്വത്തിൽ ശരിയായിട്ടുള്ള രീതി, ശരിയായിട്ടുള്ള ആ ഒരു കൺസെപ്ഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ റെയറാണ്. സഹസ്രേഷു, മനുഷ്യാനാം സഹസ്രേഷു. അപ്പോൾ ഇങ്ങനെ 2-3 ശ്ലോകങ്ങൾ, പല ശ്ലോകങ്ങളും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എത്രമാത്രം റെയറാണ് ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ വ്യാസദേവൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ, വ്യാസദേവനെ നാരദ മുനി പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭാഗവതം നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കില്ലായിരുന്നു. വ്യാസദേവൻ വേദാന്തങ്ങൾ എഴുതി അവിടെ ഇരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമം തോന്നുന്നു. അത് തോന്നിയില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇതൊന്നും പുറത്തേക്ക് വരില്ലായിരുന്നു. അതിനുശേഷം നാരദമുനിയുടെ നിർദ്ദേശം കൂടെ കിട്ടുന്നു. നാരദമുനിയുടെ നിർദ്ദേശം കൂടെ കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഭാഗവതം എഴുതുവാൻ, അല്ലെങ്കിൽ ഭാഗവതം കമ്പൈൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നടന്നിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നതും ആക്ച്വലി നാരദമുനി പറയുന്നത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. വിചക്ഷണ, വളരെ എക്സ്പേർട്ടായിട്ടുള്ള, വളരെ അതിന് ഡിസർവിങ് ആയിട്ടുള്ള, അത്രയും കഴിവുള്ള ആളുകൾക്ക്, അതും നിവർത്തിത സുഖം, ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സിൽ നിന്നെല്ലാം പുറത്തു വന്ന വ്യക്തികൾക്ക്, വിരക്തി നേടിയിട്ടുള്ള ആളുകൾക്കാണ് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു യോഗ്യതയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ ഒരു കാറ്റഗറിയിൽ വരുന്നവരാണോ? അല്ല. രണ്ടാമത്തെ ഭാഗത്ത്, ആ ശ്ലോകത്തിൽ രണ്ടാമത്തെ ഭാഗത്ത്, അതുകൊണ്ട് വ്യാസദേവൻ, നാരദമുനി പറയുന്നു, അതുകൊണ്ട് നീ സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, സാധാരണ ആളുകളെയും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ലീലകളൊക്കെ, കാര്യം
ഭാഗവതത്തിലെ ലീലകളൊക്കെ നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് കേൾക്കുമ്പോൾ അതിനോടൊരു ആകർഷണം തോന്നുന്നു, ഭഗവാനോട് ആകർഷണം തോന്നുന്നു അല്ലേ? ഇപ്പോൾ ദാമോദര ലീലയൊക്കെ എത്ര കേട്ടാലും ആകർഷണമാണ് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമാണ് തോന്നുന്നു. അപ്പോൾ ഇത് സാധാരണ നമുക്ക് പോലും അതിനോട് ആകർഷണം തോന്നുന്നു. അപ്പോൾ ഇതാണ് നാരദമുനി പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഈ 5-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകത്തിലെ ഇൻസ്ട്രക്ഷൻ നാരദമുനി കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഭാഗവതം ഇവിടെ പഠിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഓർക്കേണ്ട കാര്യം. നാരദമുനി അന്ന് വ്യാസദേവനോട് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഈ ശ്ലോകം ഇല്ലെങ്കിൽ നടക്കില്ലായിരുന്നു. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യമാണ് പറയുന്നത്. പിന്നീട് പ്രഭുപാദ ഇവിടെ പറയുന്നു, ഭാഗവതം പോലെ വേറെ ഒന്നുമില്ല, അമലപുരാണമാണ്. ശ്രീമദ് ഭാഗവതം പുരാണം അമലം. അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതം യത് വൈഷ്ണവാനാം പ്രിയം, വൈഷ്ണവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ശ്രീമദ് ഭാഗവതം. പ്രഭുപാദ് പറയുന്നു ഭാവാർത്ഥത്തിൽ ആളുകളുടെ ഇടയിൽ പോലും ഹൃദയത്തിൽ പോലും ഭാഗവതത്തിന് സഞ്ചരിച്ച് അവരുടെ ഹൃദയത്തെ മാറ്റുവാൻ സാധിക്കും. എങ്ങനെയാണോ ഒരു രോഗി മരുന്ന് കഴിക്കുമ്പോൾ അസുഖം മാറുന്നത്, അതേപോലെ. എന്നിട്ട് പറയുന്നു ഭാഗവതത്തിന് അത്രമാത്രം ശക്തിയുണ്ട്, ഭാഗവതവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ഭാഗവതം ഭഗവാന്റെ അവതാരമാണ്. നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവതാരം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥാവതാരം, ഗ്രന്ഥരൂപത്തിൽ അവതരിക്കുന്നു ഭഗവാൻ. കൃഷ്ണേ സുധാമോ പഗതേ ധർമ്മജ്ഞാനാദിഭി സഹ കലൗ നഷ്ട ദൃശാമേഷ പുരാണ അർക്കോ അധുനോദിത. പുരാണമായിട്ട് ഭാഗവതമായിട്ട് ഭഗവാൻ വരുന്നു, അവതരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭാഗവതത്തെയും ഭഗവാനെയും മാറി അല്ലെങ്കിൽ വേറെയായി കാണാൻ പാടില്ല എന്ന് പ്രഭുപാദ് പറയുന്നു. അല്ലെങ്കിൽ രണ്ടും അല്ലെങ്കിൽ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോലുള്ള അന്ധർക്ക് വെളിച്ചമായി വന്നിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീല പ്രഭുപാദ് പിന്നീട് പറയുന്നു, ഈ ആളുകൾക്ക്, അതായത് ഈ ലോകത്തുള്ള ആളുകൾക്ക്, ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും ഈ ഭക്തിയുത സേവനങ്ങളുടെ മരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അല്ലാതെ കാര്യമില്ല, ഇഞ്ചക്ട് ചെയ്യുന്നത്. പ്രഭുപാദിനെ പോലുള്ള പരിശുദ്ധ ഭക്തർ വന്ന്, ആചാര്യന്മാരെ വന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ മന്ദബുദ്ധികളാണ്. മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, താല്പര്യവുമില്ല, യോഗ്യതയില്ല, ഒന്നുമില്ല. ആ സമയത്ത് കാരുണ്യവാന്മാരായിട്ടുള്ള ആചാര്യന്മാർ വന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഈ ഭക്തിയുത സേവനങ്ങളും ഭാഗവതവും നാമവും ഒക്കെ ഇഞ്ചക്ട് ചെയ്തു തരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ ഇരിക്കുന്നതും. അതിന് തുടക്കം കുറിച്ചത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുയായികളും അതിൽ വരുന്നു പ്രഭുപാദും. അവരെല്ലാവരും ചെയ്തത് ഇതാണ്. നമ്മളെപ്പോലുള്ള ആളുകളുടെ ഇടയിലേക്ക് പോലും ഇത് വന്ന് തന്നു. അപ്പോൾ ഭാഗവതം ഉണ്ടായിരുന്നു അതിനു മുമ്പ്, എന്നാൽ ഇത്രയും ആക്സസിബിൾ ആയിരുന്നില്ല. സാധാരണ ആളുകളുടെ ഇടയിലേക്ക് അത് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഭാഗവതം നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന ഭാഗവതം ഏകദേശം 5000 വർഷങ്ങൾ മുമ്പ് അല്ലേ നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ദ്വാപരത്തിൻ്റെ അവസാനത്തിലാണ് വ്യാസദേവൻ ഇതിനെ കമ്പൈൽ ചെയ്യുന്നത്. അതിനുശേഷം ഉണ്ടായിരുന്നു, പക്ഷേ 4500 വർഷം അങ്ങനെ കഴിഞ്ഞു. 500 വർഷം മുമ്പ് ചൈതന്യ മഹാപ്രഭു ഒന്ന് ഇതിനെ തിരിച്ച് ഒന്നും കൂടെ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ മഹാപ്രഭുവിൻ്റെ അവതാരത്തോട് കൂടിയിട്ടാണ് ഇത് ഇത്രയും അധികം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങിയത്. ഇല്ലെങ്കിൽ വരില്ലായിരുന്നു, ആക്സസിബിൾ ആവില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലിരിക്കുന്ന നമ്മൾ ഇപ്പോൾ, ഞാനും കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ചും അമ്പലവുമായിട്ട് കണക്ഷനുള്ള ഒരു അമ്പലവാസി കുടുംബത്തിൽ പോലും ആണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഈ ഒരു ജന്മത്തിലെ കാര്യമാണ് പറയുന്നത്. എന്നിട്ടും ഭാഗവതം ഭഗവത്ഗീതയൊന്നും ചെറുപ്പകാലത്തിൽ ആക്സസിബിൾ ആയിരുന്നില്ല. അതിലൊന്നും കാര്യം അങ്ങനെ ഒരു സംഭവമൊന്നും നമ്മുടെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഭാരതഭൂമിയിലാണെങ്കിലും അതായത് ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളോടുള്ള ആ ഒരു പ്രൊമോഷൻ ആരും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം, എല്ലാവരും സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, പഠിക്കാനുള്ള അക്കാഡമിക്സിലായിരുന്നു ഫോക്കസ്. ആധ്യാത്മിക പഠനത്തിലുള്ള ഒരു ഫോക്കസ് ഇന്നത്തെ കാലത്ത് വളരെ വല്ലാണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ പഠിക്കുന്ന കാലത്തും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനേക്കാൾ കുറേ ജനറേഷൻ മുമ്പ് കുറച്ചൊക്കെ നല്ലതായിരുന്നു. അതിങ്ങനെ കാലക്രമേണ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും കൂടെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അങ്ങനെയാണ് ലോകത്തിൻ്റെ ഗതി. ലോകം പോകുന്നതനുസരിച്ച് ആളുകൾ പിന്നാലെ ഓടാൻ നോക്കുന്നു. എന്നാൽ മനസ്സിലാക്കുന്നില്ല ഈ ഒരു സുവർണ്ണ അവസരം കിട്ടിയിട്ട് നമ്മൾ പാഴാക്കുക എന്നുള്ളത്. അപ്പോൾ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ ചെറുപ്പമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ചെറുപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറേ സമയം നമ്മൾ പാഴാക്കി കളഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരുന്നെങ്കിൽ വളരെ വ്യത്യാസം വന്നേനെ. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ പോയേനെ. എന്നാൽ ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ മഹാപ്രഭുവിൻ്റെ മഹാകൃപയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഓരോ ആളുകൾക്കും അവസരമുണ്ട് ഭാഗവതം ഭഗവത്ഗീതയൊക്കെ പഠിക്കാൻ. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അവസരമുണ്ട്. ശരിക്കും ഭാരതഭൂമി വളരെ അനുഗ്രഹം ഉള്ള അല്ലെങ്കിൽ വളരെ സ്പെഷ്യലാണ്. ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യത്വം പുരുഷൻ അവതാരമെടുക്കുന്ന സ്ഥലമാണ്. സാധാരണ ഒരു ഭൂമിയല്ല ഭാരതഭൂമി, സാധാരണ ഒരു സ്ഥലമല്ല ഭാരതം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ സ്പെഷ്യലാണ്, വളരെ വളരെ അനുഗ്രഹീതമായിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള വേദങ്ങൾക്കും സനാതനധർമ്മത്തിനുമൊക്കെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പറയുന്ന പോയിൻ്റ്, അത്രയും പൊട്ടൻസിയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്താണ് നമ്മൾ ജനിച്ചിട്ടുള്ളത് എല്ലാവരും ഈ ജന്മത്തിൽ. പക്ഷേ നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇതിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ മഹാപ്രഭുവിൻ്റെ അനുയായികളുടെയും മഹാകൃപ, മഹാകാരുണ്യം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇത് ഇഞ്ചക്റ്റ് ചെയ്തു. മന്ദബുദ്ധികളായിട്ടുള്ള നമുക്ക് പോലും ഇത് കിട്ടി. അതാണ് മഹാപ്രഭുവിൻ്റെയും ഫോളോവേഴ്സിൻ്റെയും മഹാകൃപ. ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഒരു മനുഷ്യജന്മം കൂടെ നമ്മൾ ഓരോരുത്തരും പാഴാക്കി കളഞ്ഞനെ. ഇപ്പോഴും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ളത് ആയിട്ടില്ല, എന്നാലും നമ്മൾ അതിലേക്കുള്ള ശ്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിലേക്കുള്ള ഒരു പാതയിലേക്ക് നമ്മൾ ഇറങ്ങി അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു നമ്മൾ. അപ്പോൾ ട്രൈ ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് നമുക്ക് ഈ ചെയ്യുന്ന കാര്യം ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോകുന്നു. ഇന്ന് എത്താത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളൊന്നും നഷ്ടപ്പെടുന്നില്ല. നേഹാഭിക്രമ നാശോസ്തി പ്രത്യാവയന വിദ്യതേ സ്വല്പമപ്യസ്യ ധർമ്മസ്യ, ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതങ്ങനെ തന്നെയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എത്തിയിരിക്കും, ഉറപ്പാണ്. ഈ മാർഗത്തിലേക്ക് ഇറങ്ങിയിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇറങ്ങാത്തോടത്തോളം കാലം നമുക്ക് എവിടെയും ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രതീക്ഷയുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസവും വേണം. അതിനുവേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുകയും വേണം, പ്രാർത്ഥിക്കുകയും വേണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം മഹാപ്രഭുവിൻ്റെയും വ്യാസദേവൻ്റെ കൃപ, നാരദമുനിയുടെ കൃപ, അതേപോലെ തന്നെ നമ്മുടെ ആചാര്യന്മാരുടെയും മഹാപ്രഭുവിൻ്റെ എല്ലാവരുടെയും മഹാകൃപ കൊണ്ട് നമുക്ക് അവസരം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഭാഗവത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോണ്ടെക്സ്റ്റിൽ വരുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, നന്ദി പറയാം, ഈ നന്ദി രേഖപ്പെടുത്താം. ഭഗവാനെ ഒരുപാട് നന്ദിയുണ്ട്. 7.5 അല്ലെങ്കിൽ 8 ബില്യൺ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ഭാഗവതം പഠിക്കുന്നു. അപ്പോൾ ഇതിനൊരു അവസരം തന്നിട്ടുള്ള ആചാര്യന്മാർക്കും ഗുരുജനങ്ങൾക്കും ഭഗവാനും നന്ദി. ഈ ഒരു കടപ്പാട് നന്ദിയും എപ്പോഴും വേണം, ഇല്ലെങ്കിൽ അത് ശരിയല്ല. അങ്ങനെ നമ്മൾ നന്ദി രേഖപ്പെടുത്തിയില്ലെങ്കിൽ അത് ശരിയല്ല. അപ്പോൾ പല സാഹചര്യങ്ങളും അല്ലെ പല ഭാഗവത്തിലെ പല ശ്ലോകങ്ങളും അല്ലെങ്കിൽ പ്രഭുപാദൻ്റെ ഭാവാർത്ഥങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരണം, യെസ് ശരിയാണ് പ്രഭുപാദ് പറയുന്നത് ഇത്രയും റെയറായിട്ടുള്ളൊരു കാര്യമാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് ഞാനിന്ന് ഇവിടെയുണ്ട്, പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവരോട് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു അനുഗ്രഹം പോവാതിരിക്കാൻ നമ്മൾക്ക് വിനയം വേണം. അതേപോലെ തന്നെ കൃതജ്ഞത. ഞാനെപ്പോഴും പറയാറുണ്ട്, ഹ്യൂമിലിറ്റിയും ഗ്രാറ്റിറ്റ്യൂഡും വളരെ അത്യാവശ്യമാണ് ഭക്തിയിൽ. ഇത് രണ്ടും നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇതില്ലെങ്കിൽ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഓർക്കാനുള്ള അവസരം കിട്ടില്ല, അപ്പോൾ ഓർക്കണം. അതുകൊണ്ട്
ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മളെല്ലാവരും നന്ദി പറയുക മഹാപ്രഭുവിനോടും ഭഗവാനോടും, ഭഗവാൻ തന്നെ മഹാപ്രഭു, ആചാര്യന്മാരോടും പ്രഭുപാദനോടൊക്കെ. ഓക്കെ, ശ്ലോകം 17. त्यक्त्वा स्वधर्मं चरणाम्बुजं हरेर्भजन्न पक्वोत पते ततो यति यत्र क्वा वा भद्रमभूदमोष्य किं को वार्त आप्तो भजतां स्वधर्मतः. ओके, उषा माताजी. हरे कृष्ण प्रभुजी. हरे कृष्ण. ओम नमो भगवते वासुदेवाय. श्लोकम 17. त्यक्त्वा स्वधर्मं चरणाम्बुजं हरे भजन्न पक्वोदपदे ततो यदि यत्र क्व वा भद्रमभूतमुष्य किं को वार्त आप्तो भजतां स्वधर्मदा. വിവർത്തനം. ശ്രീല പ്രഭുപാദക്ക് ജയ്. ഭഗവത് ഭക്തിയുത സേവനത്തിനായി ഭൗതിക കർത്തവ്യങ്ങൾ പരിത്യജിച്ച ഒരാൾ അപക്വമായ അവസ്ഥയിൽ ഉള്ളപ്പോൾ ഒരു പക്ഷേ അധപതിച്ചേക്കാം. എന്നിരുന്നാലും അയാൾ പരാജിതനാകുമെന്ന യാതൊരു ആശങ്കയും വേണ്ട. നേരെ മറിച്ച് ഒരു അഭക്തൻ സ്വധർമാനുസൃത കർമ്മത്തിൽ പൂർണ്ണ നിരതനെങ്കിലും ഫലത്തിൽ യാതൊന്നും നേടുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, ഇവിടെ എന്ത് പറയുന്നത്? നല്ല ശ്ലോകമാണ്. നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ. അതായത് ഭക്തിയിൽ നമുക്ക് നഷ്ടം എന്ന് പറയുന്ന സംഭവമില്ല, ഗെയിൻ മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലും ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. വീഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ പോകുന്ന വഴിയിൽ നിന്ന് വഴി മാറി സഞ്ചരിക്കുക എന്നുള്ളത്. എന്നാലും നമ്മൾ ഒരു ദിവസം തിരിച്ചു വരുമെന്നുള്ളതാണ് പറയുന്നത്. ഒരിക്കലും ആ ഒരു ക്രെഡിറ്റ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ മെയിൻലി പറയുന്ന കാര്യം. ഇവിടെ പറയുന്നു, ഒരു വ്യക്തി അവരവരുടെ ധർമ്മം, സ്വധർമ്മത്തെ, ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ പരോധർമ്മത്തെക്കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ ഒക്യുപ്പേഷണൽ ഡ്യൂട്ടീസ്, നോർമൽ ധർമ്മം, നോർമൽ ജോലി, നമ്മുടെ ധർമ്മം, വർണ്ണാശ്രമ ധർമ്മം നമ്മൾ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഭക്തിയിലേക്ക് ഇറങ്ങിയെന്ന് വയ്ക്കുക. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ അവർക്കൊരു ചെറിയൊരു വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ, പക്ഷേ അങ്ങനെ സംഭവിച്ചാലും ഒരു അപകടവും അവർക്ക് ഒരു അപകടവും ആക്ച്വലി അവർക്ക് സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് വഴി മാറിക്കഴിഞ്ഞാലും അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, ഒരു അപകടവും അവർക്ക് സംഭവിക്കുന്നില്ല. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല, വീണുപോയി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും, ചില ഭക്തരെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ കാണുന്നുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതെല്ലാം മാറ്റിവെച്ച് വേണ്ടാന്ന് വെച്ച് പോകുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് പറ്റി അവരെ എന്താ പറയുക, അവരെ ഭക്തിമാർഗത്തിൽ നിന്ന് ആളുകൾ റിജക്റ്റ് ചെയ്യുന്നു, പുറത്താക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു നിങ്ങൾ ബാൻ ചെയ്തു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരെ നിരുത്സാഹപ്പെടുത്തുന്നു. ശരിയായിരിക്കാം, ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, അറിഞ്ഞോ അറിയാതെയോ. പക്ഷേ ഭഗവാൻ ഇവിടെ തരുന്ന ഉറപ്പാണ്, അതായത് അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭഗവത്ഗീതയിലും ഒരു ശ്ലോകമുണ്ട്, ആർക്കറിയാം? നേഹാഭിക്രമനാശോസ്തിയല്ല ചോദിക്കുന്നത്, അതായത് ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നത്. ഇവിടെ തെറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇവിടെ ഏതെങ്കിലും കാരണവശാൽ അവർക്കൊരു ഡീവിയേഷൻ വന്നാലും അവർക്കൊന്നും നഷ്ടപ്പെടില്ല എന്നുള്ളത് ഭഗവത്ഗീതയിൽ പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്. ഏതാണ് ശ്ലോകം? യെസ്, ചൊല്ലു, ശ്ലോകം ചൊല്ലു. ആർക്കറിയാം? യെസ്, അതല്ലല്ലോ ഇപ്പൊ ശ്ലോകം ഏതാണെന്ന് ഞാൻ പറഞ്ഞു. സാധുരേവ സമന്തവ്യ
ആ മറന്നുപോയ പഠിച്ചതായിരുന്നു. ഹരേ കൃഷ്ണ. Samang നോ- Vyavasido hi sa. ആ, ഒന്ന് മുഴുവനായിട്ട് ചൊല്ലൂ. അപ്പിച്ചേത് ദുരാചാരോ ആരെങ്കിലും ആരെങ്കിലും അഭിചേത് സുദുരാചാരോ വദതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. അതിൻ്റെ അർത്ഥം എന്താണ്? ഉം, ദുരാചാരത്തിൽ പ്രതിഷ്ഠിക്കുന്നവനാണെങ്കിലും ഉം, ആയാൽ പോലും എന്നുള്ളതാണ്. സുരചാരോ ഭജതേ മാമനനി, എന്നെ മറ്റൊരു പ്രതീക്ഷയുമില്ലാതെ എന്നെ മാത്രം ഭജിക്കുന്ന ഒരു വ്യക്തിക്ക് ഭജതേ ഉം, മാമനന്യവാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. അവനെ ഞാൻ സാധുവായിട്ട് തന്നെ കണക്കാക്കും. അവനെ ഞാൻ അതേ രീതിയിൽ തന്നെ കണക്കാക്കുകയും ചെയ്യും. കറക്റ്റ്. യെസ്. അപ്പോൾ ഭഗവാൻ റിജക്റ്റ് ചെയ്യുന്നില്ല ആരെയും. ഇത് നമ്മൾ ഓർക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശിക്ഷ കൊടുക്കേണ്ടി വരും. മാത്രമല്ല നിയമങ്ങൾ പാലിക്കാൻ അല്ലെങ്കിൽ നിയമങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വിലക്കുകൾ കൊണ്ടുവരേണ്ടി വരും. അതൊന്നും തെറ്റല്ല എന്നുള്ളതല്ല, അത് ചെയ്യണം. കാര്യം എന്നാൽ അത് ചെയ്തില്ലെങ്കിൽ, നിയമം ഇല്ലെങ്കിൽ, റൂൾസ് റെഗുലേഷൻസ് ഇല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും ചെയ്യും. അത് ലൈസൻസ് ഇല്ലാതെയാവും. എന്നാലും ഒരു കാര്യം ഓർക്കണം, അവർക്ക് ഭഗവാൻ അവരെ കൈവിടുന്നില്ല. അപ്പം അതുകൊണ്ട് ശിക്ഷ കൊടുക്കുന്നത് ദേഷ്യം കൊണ്ടല്ല. നിയമം നമ്മൾ നടപ്പിലാക്കേണ്ടത് ദേഷ്യം കൊണ്ടോ അവരോടുള്ള വിദ്വേഷം കൊണ്ടോ ആയിരിക്കരുത്. മറിച്ച് അവരെ അതിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവർക്ക് ആ ഒരു കുറച്ചു കാലം അതിൽ എന്തെങ്കിലും ശിക്ഷ വേണമെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത്. അത് നമ്മുടെ മാനേജ്മെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും. പക്ഷെ അവരോടൊരു വെറുപ്പോ വിദ്വേഷമോ തോന്നരുത്. അത് ഭഗവാന് തോന്നുന്നില്ലല്ലോ. ഭഗവാൻ ശിക്ഷ കൊടുക്കരുതെന്ന് പറയുന്നില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. കാര്യം ഭഗവാൻ അവതാരമെടുത്ത് വരുമ്പോഴും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നുണ്ട്. അപ്പം അത് ഭഗവാൻ ചെയ്യരുത് എന്നല്ല പറയുന്നത്. എന്നാലും പക്ഷെ അവർ ക്രിട്ടിസൈസ് ചെയ്യരുത്. അവരങ്ങനെയാണ്, കണ്ടില്ലേ അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ വീണു. ഇത് പാടില്ല. അത് അപകടമാണ്. അത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല. അത് അപരാധമാണ് ശരിക്കും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ കാണുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളായിട്ടൊരു കമൻറ്റും പറയാൻ നിൽക്കണ്ട. ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അതിൻ്റെ അർത്ഥം എല്ലാം സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. അവിടെ നമ്മൾ പറഞ്ഞു അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കാര്യം നമ്മൾ നിയമങ്ങൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട അവസരങ്ങളുണ്ടെങ്കിൽ നടപ്പിലാക്കണം, വേണ്ടെന്നല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു വ്യക്തിയെ വളരെ മോശമായി ചിത്രീകരിച്ച് എല്ലാവരുടെ മുമ്പിൽ ഒരു കോമാളിയാക്കി, തെറ്റുകാരനാക്കി, അപരാധിയാക്കി മുദ്രകുത്തി പിന്നെ അവർക്ക് ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ പ്രോത്സാഹനവും നമ്മൾ കളയുവാണെങ്കിൽ അത് വലിയൊരു അപരാധമാണ്, സംശയമില്ല കാര്യത്തിൽ. കാര്യം പലപ്പോഴും സംഭവിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ മുദ്ര കുത്തി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഭക്തിയിലുള്ള വിശ്വാസം പോകും. അപ്പോൾ ഒരു വ്യക്തി ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളായിട്ട് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്കുമ്പോഴും അതെല്ലാം വളരെ മെച്യൂറായിട്ടുള്ള രീതിയിൽ ചെയ്യണം. ഇതെല്ലാം ഒരു ചെറിയ ചെറിയ കാര്യങ്ങളല്ല. ഇതൊക്കെ വളരെ ചിന്തിച്ചും അത് ആലോചിച്ചും വളരെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രഭുപാദിൻ്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, പ്രഭുപാദിൻ്റെ കാലത്ത് ഇതേപോലെ ഒരുപാട് ആളുകൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, അദ്ദേഹത്തിൻ്റെ മഹാകൃപയെക്കുറിച്ച് ഒരിക്കൽ ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരുമായിരുന്നു ഒരു ബ്രഹ്മചാരിയെക്കുറിച്ച്. ബ്രഹ്മചാരി വലിക്കും എന്നുള്ളത്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ എപ്പോഴും വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം പ്രഭുപാദ് താക്കീത് കൊടുത്തു. പ്രഭുപാദായിട്ട് താക്കീത് കൊടുത്തു, ലെറ്റർ വഴിയും ഒക്കെ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പ്രഭുപാദിൻ്റെ അനുയായികൾ വേറെ ആളുകളും സെർവൻസും പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത്. ഒരുപാട് പ്രാവശ്യം വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റഡ്ലി എന്നാലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഫൈനലായിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് പറഞ്ഞു, ഇത് ഇനി നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആളുകൾ ഇത് കണ്ട്, അതായത് ഇദ്ദേഹം ചെയ്യുന്ന തെറ്റിന് നമ്മൾ വേണ്ട രീതിയിൽ നടപടി എടുക്കാത്തതുകൊണ്ട് പല ആളുകളും ചിലപ്പോൾ ഒരുപക്ഷെ ഇത് ഇനി കോപ്പി ചെയ്യും, അല്ലെങ്കിൽ ഇത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നടപടി എടുക്കണം എന്ന് പറഞ്ഞ് പ്രഭുപാദിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പ്രഭുപാദ് അവസാനം എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, നമുക്ക് അവസരങ്ങൾ കുറേ കൊടുത്തു,
ഇനി അദ്ദേഹത്തെ ഇവിടെ വെച്ച് ഇവിടെ നമ്മൾ വെക്കുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞുവിടാം. പ്രഭുപാദനോട് പറഞ്ഞു. പ്രഭുപാദനോട് പറഞ്ഞത് റിജക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അദ്ദേഹത്തോട്. അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്യാൻ എല്ലാവരും അഭിപ്രായപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ശിഷ്യരും എല്ലാവരും. പ്രഭുപാദ് പറഞ്ഞു, അവരുടെ മുഖത്ത് നോക്കി, ഞാൻ ആരാണ് അദ്ദേഹത്തെ നിരാകരിക്കാൻ, റിജക്റ്റ് ചെയ്യാൻ? ഞാൻ ആരാണ് എന്ന് ചോദിച്ചു. ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ ജഗായി മതായി അടിച്ചു, തലയിൽ നിന്ന് ചോര വന്നു. നിത്യാനന്ദ പ്രഭു എന്താണ് ചെയ്തത്? അവരെ റിജക്റ്റ് ചെയ്തു. ആർക്കും ഉത്തരവില്ല. അതുകൊണ്ട് ഞാൻ നിത്യാനന്ദ പ്രഭുവിൻ്റെ മഹാപ്രഭുവിൻ്റെയും അനുയായിയാണ്, അല്ലെങ്കിൽ ഞാൻ ഫോളോവറാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല, ഇനിയും അവസരം കൊടുക്കാം. പ്രഭുപാദൻ്റെ കൃപ അതാണ്. പിന്നീട് അദ്ദേഹം നിർത്തി. പ്രഭുപാദൻ്റെ ഈ മഹാകാരുണ്യം ആ വ്യക്തി മനസ്സിലാക്കി. ആ വ്യക്തിക്ക് പരിവർത്തനം സംഭവിച്ചു. ശരി, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അത് നേരെ മറിച്ച് ആ വ്യക്തിയെ പുറത്താക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ ഒരു നല്ലൊരു ഭക്തനാവാനുള്ള, ശുദ്ധഭക്തനാവാനുള്ള ഒരു വ്യക്തിയെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ഇതെല്ലാം സൈഡ് പോയിന്റുകളാണ്. ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. വീഴ്ചയെക്കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വീഴ്ചയെക്കുറിച്ച് നമ്മൾ ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞു, ഒന്നും അവർക്ക് സംഭവിക്കാൻ പോകുന്നില്ല. സക്സസ്സിലേക്ക് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. മറിച്ച് ഒരു ഭക്തനല്ലാത്തൊരു വ്യക്തിക്ക് അവർ നല്ല രീതിയിൽ അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ, നന്നായി ഭക്തി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിനൊരു വീഴ്ച സംഭവിച്ചു, അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെടില്ല എന്നുള്ളത് പറഞ്ഞു. മറിച്ച് വേറൊരു വ്യക്തി, അവർ ഭംഗിയായിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഭംഗിയായിട്ട് ജോലിക്കാര്യം ചെയ്യുന്നു, ഓഫീസിൽ പോയി വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുന്നു. പക്ഷെ ഭക്തിയില്ല, ഭക്തി മാത്രമില്ല. ഭക്തി എന്ന് പറയുന്ന സംഭവം ആ വ്യക്തിക്ക് ഇല്ലെങ്കിൽ ഈ ശ്ലോകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് പ്രയോജനം അങ്ങനെയുള്ള ഒരാളെ കൊണ്ട്? ഒന്നും നേടുന്നില്ല ആ വ്യക്തി എന്നാണ് പറയുന്നത്. എന്താണ് നേടുന്നത്? ഒന്നുമില്ല, കർമ്മമാണ്, റിയാക്ഷൻസ്. അദ്ദേഹത്തിന് കർമ്മബന്ധനത്തിൽ അദ്ദേഹം പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ അദ്ദേഹത്തിന് ഒരു നേട്ടമൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ്. കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അതായത് വീട്ടിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവില്ല. പലവരും പല ചിന്താഗതിക്കാരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, അമ്പലത്തിൽ പോകുന്നതും സത്സംഗത്തിൽ പോകുന്നതും നാമം ജപിക്കുന്നതും ഭാഗവതം കേൾക്കുന്നതും അതൊന്നും വീട്ടിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്നു, വീട്ടിലെ കാര്യം ആദ്യം ചെയ്യൂ, വീട്ടിലെ ആളുകളെ നോക്കൂ, അതാണ് നിൻ്റെ ധർമ്മം. അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോലെ അമ്പലത്തിൽ പോകുന്നതും ഭാഗവതം കേൾക്കുന്നതും നാമം ജപിക്കലും അതൊക്കെ സെക്കൻഡറിയാണ്. പ്രൈമറി ഡ്യൂട്ടി ഇതാണ്. ഇതിൽ ഫോക്കസ് ചെയ്യൂ. ഇത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ പോകും, അല്ലെങ്കിൽ അത് വേണ്ട. അപ്പോൾ ഇവിടെ പറയുന്നു, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് നോക്കൂ, എന്താണ് അവർ നേടുന്നത്? പരോധർമ്മം മാറ്റിവെച്ചിട്ട് സ്വധർമ്മം ചെയ്യുക എന്നുള്ളതല്ല, നൈമിത്തിക ധർമ്മം ചെയ്യുക എന്നുള്ളതല്ല. പരമമായിട്ടുള്ള ധർമ്മം, നിത്യധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം. നിത്യധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ നൈമിത്തിക ധർമ്മം നമ്മൾ ചെയ്യണം. നിത്യധർമ്മം എപ്പോഴും മുമ്പിലാണ്. രണ്ടിനും ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഗോൾ മാറാതിരിക്കണം. പ്രൈമറി ഗോൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോമ്പസ് എപ്പോഴും ഭഗവാന്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കണം, അല്ലാതെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കരുത്. പക്ഷേ അതിനുവേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നൈമിത്തിക ധർമ്മം ചെയ്തേ പറ്റൂ. എന്നാൽ അതിന് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് ഭഗവാന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ, ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ പുറകിലേക്ക് കൊണ്ടുപോകുന്നത് ബുദ്ധിയല്ല. അങ്ങനെയുള്ള ആളുകൾ ഒന്നും നേടുന്നില്ല എന്നാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറും ജീവഗോസ്വാമിയൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നു. ഭക്തി എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുണ്ട്, 3 ടൈപ്പ്. ശുദ്ധഭക്തി അല്ലെങ്കിൽ കേവല ഭക്തി,
അല്ലെങ്കിൽ വേറെ പേര് പറയും അനന്യഭക്തി, ശുദ്ധഭക്തി, നിർഗുണഭക്തി, ഉത്തമഭക്തി, അകിഞ്ചന ഭക്തി. ഇതെല്ലാം കേവല ഭക്തിയാണ് അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തിയാണ്. ഇതാണ് ആദ്യത്തെ കാറ്റഗറി. കേവല ഭക്തി അല്ലെങ്കിൽ നിഷ്കാമഭക്തി, അല്ലെങ്കിൽ നിഷ്കാമഭക്തി എന്ന് പറയുന്നില്ല, അനന്യഭക്തി, ശുദ്ധഭക്തി, നിർഗുണഭക്തി, ഉത്തമഭക്തി, അകിഞ്ചന ഭക്തി. ഇതെല്ലാം ശുദ്ധഭക്തിയാണ്. പല പല സിനോണിംസാണ്, അത്രയേ ഉള്ളൂ. ഈ കേവല ഭക്തി അല്ലെങ്കിൽ ശുദ്ധഭക്തി നമ്മളെ എത്തിക്കുന്നത് പ്രേമത്തിലേക്കാണ്. കൃഷ്ണപ്രേമമാണ് അതിൻ്റെ റിസൾട്ട്. അതാണ് ആദ്യത്തെ കാറ്റഗറി. രണ്ടാമത്തെ ലെവൽ എന്താണ്? രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്രാധാന്യ ഭക്തി. പ്രാധാന്യ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള വാക്കുകളായിരിക്കും. വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ പറയും. കുറേയൊന്നും നമുക്ക് മനസ്സിലാവില്ല, മനസ്സിലാവുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കുക. പ്രാധാന്യ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതായത് മിശ്രിതമായിട്ടുള്ള ഭക്തി. മിശ്രിതം എന്ന് പറഞ്ഞാൽ ശുദ്ധഭക്തിയല്ല, മിശ്രിതമാണ്. എന്തായിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ പ്രാധാന്യ ഭക്തിയിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിനെ പറയുന്നു കർമ്മമിശ്രഭക്തി, ജ്ഞാനമിശ്രഭക്തി, യോഗമിശ്രഭക്തി. ഇങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രാധാന്യ ഭക്തി, കർമ്മമിശ്രഭക്തി, അതേപോലെ ജ്ഞാനമിശ്ര, യോഗമിശ്രഭക്തി. അപ്പോൾ ഇവിടെ മിശ്ര ആണെങ്കിലും മിക്സ് ആണെങ്കിലും ഭക്തി ശുദ്ധമല്ല, മിക്സാണ്. എന്നാലും ഭക്തിക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് പ്രാധാന്യ ഭക്തി എന്ന് പറയുന്നത്. മിശ്രിതമാണ്, ശുദ്ധമല്ല, എന്നാലും ഭക്തിക്ക് പ്രാധാന്യമുണ്ട്. അതിനെ പറയുന്നു കർമ്മമിശ്രഭക്തി, ജ്ഞാനമിശ്രഭക്തി, യോഗമിശ്രഭക്തി. അപ്പോൾ ഇത് കർമ്മമിശ്രഭക്തി എന്ന് പറഞ്ഞാൽ കർമ്മയോഗം, അല്ലെങ്കിൽ നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശുദ്ധഭക്തിയും അല്ലെങ്കിൽ ഭക്തിയോഗവും ജ്ഞാനയോഗവും തമ്മിൽ മിക്സ് ആകുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുന്നു, എന്നാൽ ഭക്തിയോഗമാണ് ലീഡ് ചെയ്യുന്നത്, ജ്ഞാനയോഗമല്ല. അതിനെ ജ്ഞാനമിശ്ര ഭക്തി എന്ന് പറയുന്നു. അല്ലെങ്കിൽ കർമ്മമിശ്ര ഭക്തി, അതേപോലെ യോഗമിശ്ര ഭക്തി വേറെ. യോഗമിശ്ര എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അഷ്ടാംഗ യോഗ മിശ്ര. അപ്പോൾ ഇത് മൂന്നും ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇതാണ് രണ്ടാമത്തെ പ്രാധാന്യ ഭക്തി. ഈ പ്രാധാന്യ ഭക്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കും. ആദ്യത്തെ അനന്യഭക്തി നമ്മളെ നേരെ പ്രേമത്തിലേക്കാണ് എത്തിക്കുന്നത്. പ്രേമത്തിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രാധാന്യഭക്തിയും നമ്മളെ എത്തിക്കും, പക്ഷേ സമയമെടുക്കും. ഭാവത്തിലേക്ക് ആദ്യം ഭാവഭക്തി കഴിഞ്ഞിട്ടാണ് പ്രേമഭക്തി വരുന്നത്. ആസ് പെർ രൂപഗോസ്വാമിയുടെ നമ്മുടെ ഉപദേശാമൃതത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാധുരി കാദംബനിയിൽ ശില വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നുണ്ട്, ഭാവം കഴിഞ്ഞിട്ടാണ് പ്രേമ. അപ്പോൾ ഭാവഭക്തിയിലേക്ക് പ്രാധാന്യഭക്തി ഫോളോ ചെയ്തവരെ എത്തിക്കും. എന്നാൽ ഇനി അത് എങ്ങനെയാണ് എത്തിക്കുന്നത് അല്ലെങ്കിൽ എത്താനുള്ള കാരണമുണ്ട്. പരിശുദ്ധ ഭക്തർ അല്ലെങ്കിൽ ഭക്തരുടെ സംഘത്തിലൂടെ, അസോസിയേഷനിലൂടെ അവർക്ക് പല ഭാവങ്ങളും അവർ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഫൈനലി ഇവർ പ്രേമത്തിലേക്ക് എത്തുന്നു. പക്ഷേ എന്നാലൊരു പ്രശ്നമുണ്ട്. ഈ ഒരു പ്രേമം അനന്യഭക്തിയിൽ നിന്ന് കിട്ടുന്ന പ്രേമമായിട്ട് വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പ്രേമത്തിൽ ഐശ്വര്യം കലർന്നിട്ടുള്ള പ്രേമമാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ഐശ്വര്യം കലർന്നിട്ടുള്ള പ്രേമവും അതേപോലെ ശുദ്ധപ്രേമവും തമ്മിൽ വ്യത്യാസം പറയുവാണെങ്കിൽ, ശുദ്ധപ്രേമം വൃന്ദാവനത്തിലെ ബ്രജവാസികളുടെ പ്രേമം, ഭഗവാൻ കൃഷ്ണനോടുള്ള സ്നേഹം. എന്നാൽ ഐശ്വര്യം കലർന്നിട്ടുള്ളതാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ദ്വാരകയിലുള്ള രാജ്ഞിമാർക്കോ അല്ലെങ്കിൽ ദ്വാരകവാസികൾക്ക് ഭഗവാനോടുള്ളത്. അവിടെ ഭഗവാൻ എന്നുള്ളൊരു റെസ്പെക്റ്റും ആ ഒരു റെവറൻഷ്യൽ മൂഡുണ്ട്, ഐശ്വര്യ കൺസെപ്ഷനുണ്ട്. എന്നാൽ വൃന്ദാവനത്തിൽ ഭഗവാൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റേ ഇല്ല. അവിടെ പ്രേമം മാത്രമേ ഉള്ളൂ, പരിശുദ്ധ പ്രേമമാണ്, രാഗഭക്തിയാണ്. അപ്പോൾ പ്രാധാന്യഭക്തിയും പ്രേമത്തിലേക്ക് എത്തിക്കും. എന്നാൽ അവിടെ ഐശ്വര്യം കലർന്നിട്ടുള്ള ഒരു പ്രേമമായിരിക്കും എന്നുള്ളത് ആണ് ഇവിടെ ആചാര്യന്മാർ പറയുന്നത്. മാത്രമല്ല ഇവിടേക്ക് എത്തിക്കുന്നത് അവർ ഡയറക്റ്റ്ലി വരില്ല. ജ്ഞാനമിശ്രഭക്തി, കർമ്മമിശ്രഭക്തി, യോഗമിശ്രഭക്തി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എളുപ്പമല്ല ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാനും. ടൈം എടുക്കും. അവർ അല്ലെങ്കിൽ അവർ ഭക്തരുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് അവർ, അല്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേഷൻ കിട്ടിയതിന് ശേഷമാണ് അവർ എത്തുന്നത്. ഇനി ജ്ഞാനമിശ്രഭക്തി
അല്ല സോറി, ഐശ്വര്യം കടന്നിട്ടുള്ള ഭക്തി, ഈ പ്രാധാന്യ ഭക്തി നമ്മളെ എത്തിക്കുമെന്ന് പറഞ്ഞു പ്രേമത്തിലേക്ക്. എന്നാൽ നമുക്ക് ഇനിയും പരിശുദ്ധ ഭക്തരുടെ, അതായത് രാഗഭക്തി ഫോളോ ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ കേവല ഭക്തി ഫോളോ ചെയ്യുന്ന ഭക്തരുമായിട്ടുള്ള സംഘവും, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ കേട്ട് അവരെ നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കും ചാൻസ് ഉണ്ട് കേവല ഭക്തി ഫോളോ ചെയ്യാൻ, കേവല ഭക്തിയിലേക്ക് എത്താൻ. അപ്പോൾ നഷ്ടം സംഭവിക്കുന്നില്ല, സമയം കാലം കുറേ എടുക്കും, അല്ലെങ്കിൽ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അനന്യഭക്തി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റാണ്, അവിടെ വേറെ ഒന്നും മിക്സ് ഇല്ല. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഐശ്വര്യ കൺസെപ്ഷനോടെ വന്ന് ചാൻസ് ഉണ്ട്, എല്ലാവരും പക്ഷേ രക്ഷപ്പെടണമെന്നില്ല. അതുകൊണ്ട് ദ്വാരകാവാസികൾക്ക് അവരെ സംബന്ധിച്ച് അവർ ഹാപ്പിയാണ്, അവരുടെ ഭാവത്തിൽ അവർ ഹാപ്പിയാണ്. അവർ പറയുന്നില്ല ഓക്കെ രാജ്ഞിമാർ പറയുന്നുണ്ട് വ്രജഗോപികമാരെ പോലെ ആവണം എന്നൊക്കെ, പക്ഷേ അവരുടെ പൊസിഷനിലിരിക്കുമ്പോൾ അവർ ഹാപ്പിയാണ്, ഭഗവാന്റെ സേവനം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഭഗവാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്, ആ റെസിപ്രോക്കേഷനുണ്ട്, എല്ലാം നടക്കുന്നുണ്ട് അല്ലേ. അതേപോലെ അങ്ങനെയാണ്. അപ്പോൾ അവരവരുടെ പൊസിഷനിൽ അവർ ഹാപ്പിയാണ്. എന്നാലും ഒരു ലെവൽ നോക്കുമ്പോൾ, ഹൈറാർക്കി നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അതാണ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, പ്രാധാന്യം, കേവല ഭക്തി, പ്രാധാന്യ ഭക്തി. മൂന്നാമത്തെ കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ ഗുണഭാവഭക്തി. ഗുണഭാവഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും മിശ്രിതമാണ്. നമ്മൾ പ്രാധാന്യഭക്തിയിൽ ഭക്തിക്ക് പ്രാധാന്യം കൂടുതലും മറ്റ് ജ്ഞാനത്തിനും കർമ്മത്തിനൊക്കെ പ്രാധാന്യം കുറവാണ്. ഇവിടെ ഗുണഭാവഭക്തിയിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭക്തി സെക്കൻഡറി ആയി, പ്രാധാന്യം നഷ്ടപ്പെട്ടു. അവിടെ മറ്റുള്ളതിനാണ് കൂടുതൽ, കർമ്മത്തിനും ജ്ഞാനത്തിനും യോഗത്തിനും കൂടുതൽ അതിൻ്റെ എന്താ പറയുക പ്രിഡോമിനൻസ് ഉണ്ട്. അതിനെയാണ് ഗുണഭാവഭക്തി എന്ന് പറയുന്നത്. ഈ ഗുണഭാവഭക്തിയെ വേറെ രീതിയിൽ പറയുമ്പോൾ ഭക്തി മിശ്ര കർമ്മ, ഭക്തി മിശ്ര ജ്ഞാന, ഭക്തി മിശ്ര യോഗ എന്ന് പറയും. നേരത്തെ പറഞ്ഞത് നമ്മൾ നേരെ തിരിച്ചാണ്. ജ്ഞാനമിശ്ര ഭക്തി, യോഗമിശ്ര ഭക്തി. ഇവിടെ പറയുന്നത് ഭക്തി മിശ്ര ജ്ഞാന. അവസാനം വരുന്ന ജ്ഞാന എന്ന് പറയുന്നതാണ് മെയിൻ കാര്യം. ഭക്തി മിശ്ര, ഭക്തി കുറച്ചുണ്ട്. നേരത്തെ നമ്മൾ പ്രാധാന്യഭക്തിയിൽ പറഞ്ഞ ജ്ഞാനമിശ്ര ഭക്തി എന്ന് പറയുമ്പോൾ ഭക്തിയാണ് മെയിൻ, പക്ഷെ അതിൽ കുറച്ച് ജ്ഞാനം മിക്സാണ്. അങ്ങനെയാണ്, അതാണ് വ്യത്യാസം. ഇപ്പോൾ ഭക്തി മിശ്ര ജ്ഞാന, ഭക്തി മിശ്ര യോഗ, ഭക്തി മിശ്ര കർമ്മ എന്നൊക്കെ പറയുന്നത് ഗുണഭാവ ഭക്തിയാണ്. ഇത് ഏറ്റവും താഴെയുള്ള ലെവലാണ് ആക്ച്വലി. ഈ ഒരു ലെവൽ ഏറ്റവും താഴെയുള്ളതാണ്. മാത്രമല്ല ശാസ്ത്രങ്ങളിൽ പറയുന്നു കേവല ഭക്തിയും പ്രാധാന്യ ഭക്തിയെ അംഗീകരിക്കുന്നുള്ളൂ. കാര്യം ഇത് രണ്ടും നമ്മളെ അവസാനം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. പക്ഷേ ഈ ഗുണഭാവഭക്തി അംഗീകരിക്കുന്നില്ല. ശാസ്ത്രം പറയുന്നു അത് കാര്യമില്ല, അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. കാര്യം ഭക്തിക്ക് പ്രാധാന്യമില്ല, മറ്റുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. ഓക്കെ, ഇത് പറയാനുള്ള കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭക്തിയെക്കുറിച്ച് നമ്മൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ആചാര്യന്മാർ അവിടെ കോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം. എന്താണ് ഈ ഭക്തിയുടെ പല ലെവലുകൾ. അപ്പോൾ ഈ പറയുന്ന ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള 17 വായിച്ചിട്ടുള്ള ഭക്തി ആക്ച്വലി എന്താണ്, ഏതായിട്ടാണ് പറയുന്നത്? ആക്ച്വലി കേവല ഭക്തിയാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കേവല ഭക്തി, ശുദ്ധഭക്തി ഫോളോ ചെയ്യുന്ന അതായത് ആദ്യം അവർ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നുണ്ടാവും, പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഭക്തിയിലേക്ക് ഇറങ്ങി അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാലും അവർക്കൊന്നും നഷ്ടപ്പെടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ ആചാര്യന്മാർ ഈ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രഭുപാദ് മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഭരത് മഹാരാജിനെക്കുറിച്ച്, അതേപോലെ ചിത്രകേതു മഹാരാജ്, ഇവർ രണ്ടുപേരെയും കുറിച്ച് ഇവിടെ പറയുന്നു. അതായത് ഈ സ്റ്റോറി നമ്മളിനി ചിത്രകേതു മഹാരാജിൻ്റെ സ്റ്റോറി വൃത്രാസുരനാവുന്നത് നമ്മൾ 6ാമത്തെ സ്കന്ധത്തിൽ പഠിക്കും. ഭരത് മഹാരാജിനെക്കുറിച്ച് നമ്മൾ 5ാമത്തെ സ്കന്ധത്തിൽ പഠിക്കും. അപ്പോൾ ഇവരുടെ ഒരു എക്സാമ്പിൾ ഇവിടെ പ്രഭുപാദ് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ
ഇവരെല്ലാം ഇപ്പോൾ ഭരത് മഹാരാജ് ഭാവഭക്തിയിലുള്ള വ്യക്തിയായിരുന്നു. ചിത്രകേതു മഹാരാജ് അദ്ദേഹം വളരെ ഹൈ ക്ലാസ് ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹവും സംഘർഷണൻ്റെ വളരെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു. മഹാദേവൻ ശിവനെ ഒരു സുഹൃത്ത് പോലെയായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത്. ആ ഒരു ഹരേ കൃഷ്ണ. അടുക്കളയിലെ ടാപ്പൊക്കെ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എനിവേ, അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി പറയാൻ കാര്യം പ്രഭുപാദയുടെ ഭരത് മഹാരാജിനെ കുറിച്ചും ചിത്രകേതു മഹാരാജിനെ കുറിച്ചും പറയുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. കഥയിലേക്ക് നമ്മൾ പോകുന്നില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ അതിമനോഹരമാണ്. ഭാഗവതത്തിൽ ആ ഒരു സെക്ഷനൊക്കെ എത്താൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒരുപാടുണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ. അപ്പോൾ അവിടെ വൃത്തരാഷ്ട്രനാവുന്നതും ഭരത് മഹാരാജ് ജഡഭരതനാവുന്നതൊക്കെ, അപ്പോൾ അവർക്കും താൽക്കാലികമായിട്ടുള്ളൊരു ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ. നമുക്കറിയാം അവർ പരിശുദ്ധ ഭക്തരാണ്. അവർ പരിശുദ്ധ ഭക്തിയിലേക്ക് അവർക്ക് മുക്തി കിട്ടുന്നു, അതായത് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. രണ്ടുപേരും ഒന്നും സംഭവിക്കുന്നില്ല, അവർക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നല്ലൊരു ഉദാഹരണമാണ് പ്രഭുപാദയുടെ ഈ ശ്ലോകമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഉദാഹരണങ്ങളാണ് അവരുടെ. ഇനി അതേപോലെ അജാമിളിൻ്റെ സ്റ്റോറി പറയുന്നു. അജാമിളിനെ ഇവിടെ പ്രഭുപാദ അജാമിളിൻ്റെ ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. അജാമിളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് നടക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പോലും രക്ഷപ്പെട്ടു. ചിത്രകേതു മഹാരാജനും ഭരത് മഹാരാജനും പറ്റിയത് അവരെ അജാമിളിനായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാര്യം ചിത്രകേതു മഹാരാജും അതേപോലെ ഭരത് മഹാരാജും അജാമിളൻ ചെയ്ത പോലെ അത്രയും പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർ ഹൈ ക്ലാസ് ആളുകളായിരുന്നു. ഈവൻ അവർക്ക് വീഴ്ച സംഭവിച്ചാലും അവർ അതായത് അവരുടെ മുൻ ജന്മത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ മറന്നിട്ടില്ലായിരുന്നു. ഭരത് മഹാരാജ് മാനായിട്ട് ജനിക്കുമ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു എന്ത് സംഭവിച്ചു, എന്ത് തെറ്റ് പറ്റിയിട്ടാണ് ഞാനിപ്പോൾ മാൻ്റെ ശരീരം എടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ജഡഭരതനാവുമ്പോഴും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ചിത്രകേതു മഹാരാജനും വൃത്തരാഷ്ട്രനാവുമ്പോഴും അദ്ദേഹത്തിനും അറിയാം. അജാമിളിൻ്റെ കാര്യം അങ്ങനെയല്ല. അജാമിളൻ എക്സ്ട്രീം കേസാണ്. പക്ഷെ അദ്ദേഹവും രക്ഷപ്പെട്ടു. അദ്ദേഹത്തിനെയും ഭഗവാൻ രക്ഷിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? അപ്പോൾ അജാമിളൻ നാരായണ എന്ന് വിളിച്ചു. അപ്പോൾ ആ നിസ്സഹായ അവസ്ഥയിൽ ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ ആ വിളി കേട്ടു. അപ്പോൾ ഇവിടെ പ്രഭുപാദ് നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്. അജാമിളനെ പോലുള്ള ഒരു വ്യക്തിക്കും, അതായത് നേഹാഭിക്രമ നാശോസ്തി എന്ന് പറയുന്ന ശ്ലോകം ഇവിടെ പ്രഭുപാദ് എഴുതിയിട്ടുണ്ട്. ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു അതിനുള്ള നല്ലൊരു ഉദാഹരണം അജാമിളനാണെന്നുള്ളത്. അജാമിളൻ അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് അദ്ദേഹത്തിന് വീഴ്ച സംഭവിക്കുന്നേക്കാൾ മുമ്പ് അദ്ദേഹം ഭഗവാന്റെ ആരാധനയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അന്ന് അത് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് അവസാനം നഷ്ടപ്പെട്ടില്ല ഒന്നും. അല്ലെങ്കിൽ അവസാനം അദ്ദേഹത്തിന് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിച്ചു. അതിൻ്റെ കാരണം അദ്ദേഹം തുടക്കത്തിൽ ചെയ്തിട്ടുള്ള കാരണം. അതാണ് പറയുന്നത്. അപ്പോൾ ഒന്നും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്തെങ്കിലും കാരണവശാൽ ഒന്ന് സ്ലോ ഡൗൺ ആയി കഴിഞ്ഞാലും നമുക്കൊന്നും നഷ്ടപ്പെടില്ല എന്നുള്ളത് നമുക്കിതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കുള്ളൊരു ഹോപ്പാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ ഇനി നാളെ ഒരു ചിന്ത വേണ്ട നമുക്ക്. എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇത് ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും എന്ത് സംഭവിക്കും എന്നുള്ള കൺഫ്യൂഷനോ ടെൻഷനോ ഒന്നും ആവശ്യമില്ല. എന്തായാലും നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ എവിടെയാണോ നിർത്തുന്നത് ഈ ഒരു ജന്മത്തിൽ, അവിടെ നിന്ന് നമ്മൾ അടുത്ത ജന്മത്തിൽ തുടരും. ആ ഒരു വിശ്വാസവും നമുക്ക് വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് പഠിക്കുമ്പോൾ, അതുകൊണ്ട് പ്രഭുപാദ് ഈ എക്സാമ്പിൾസൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം കൂടെ നോക്കാൻ സമയമുണ്ട്. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നോക്കാം. തസ്യേവ ഹേതോ പ്രയതേത കോവിദോ ന ലഭ്യത്തെ യത് ബ്രഹ്മതാം ഉപര്യത തല്ലഭ്യത്തെ ദുഃഖവത് അന്യതാ സുഖം കാലേന സർവത്ര ഗഭീരരംഹസ. കലാമാതാജി. കുമാരി ശൈലജ മാതാജി ഉണ്ടോ?
ഓക്കെ. വിദ്യ ഗിരീഷ് മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭു ദേഹ ശുദ്ധായി ഇരിക്കുക, ഭാഗവത് എടുത്തിട്ടില്ല. ഓക്കെ. ദേവു മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്സൈവ ഹേതോ പ്രേതേത കോവിദോ. തസ്യേയ പ്രഹേതോ പ്രേതേത കോവിദോ ന ലഭ്യതേ യൽഭ്രമതാമുപദ്യത തല്ലഭ്യതേ ദുഃഖവദനൈത്യസുഖം കാലേന സർവത്ര ഗഭീരരംഹസ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. യഥാർത്ഥ ബുദ്ധിയുള്ളവരും ദാർശനിക മനഃച്ഛായയുള്ളവരുമായ വ്യക്തികൾ അത്യുന്നത ഗ്രഹമായ ബ്രഹ്മലോകം മുതൽ അത്യന്തം താഴ്ന്ന ഗ്രഹമായ പാതാളലോകം വരെ പര്യടനം ചെയ്താൽ പോലും ലഭ്യമല്ലാത്ത ആ സോദ്ദേശ്യമായ അന്ത്യത്തെ പ്രാപ്തമാക്കാൻ മാത്രമായി നിശ്ചയമായും യത്നിക്കണം. ഇന്ദ്രിയാസ്വാദനത്തിൽ നിന്നും ലഭ്യമാകുന്ന സന്തോഷത്തെ സംബന്ധിച്ചിടത്തോളം അവ കാലാനുഗതമായി താനെ നാം ആഗ്രഹിക്കാത്ത ക്ലേശങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും താനെ വന്നു ചേരുന്നത് പോലെ യഥാകാലം നമുക്ക് പ്രാപ്തമാകുന്നു. ശ്രീകൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു ഏറ്റവും റെയർ ആയിട്ടുള്ളതാണ് ഇത് ഭക്തിമാർഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൽ ഏറ്റവും നല്ല റിസൾട്ടും കിട്ടാൻ പോകുന്നതാണ്. പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്? അതായത് ബ്രഹ്മലോകം മുതൽ പാതാളം വരെ കറങ്ങിയാലും നമുക്ക് കിട്ടാത്തതായിട്ടുള്ള അത്രയും റെയറായിട്ടുള്ള അത്രയും അമൂല്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അതായിരിക്കും ബുദ്ധിയുള്ളവർ അതിന് വേണ്ടിയിട്ടായിരിക്കും പരിശ്രമിക്കുക. അല്ലേ? അപ്പോൾ അത് അങ്ങനെ ബുദ്ധിയുള്ളവരാണ് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കാര്യം. അതാണ് ഏറ്റവും വലിയ മൂല്യമായിട്ടുള്ള കാര്യം. എന്നാൽ മറിച്ച് ഇന്ദ്രിയ സുഖങ്ങൾ ആഗ്രഹിക്കുന്നവരോ ഇന്ദ്രിയ സുഖങ്ങളുടെ കാര്യമോ ഇവിടെ പറയുന്നു. അപ്പോൾ എൻഡവറിനെ കുറിച്ചാണ് പറയുന്നത്. എൻഡവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയത്നത്തെക്കുറിച്ചാണ് പറയുന്നത്. അമൂല്യമായിട്ടുള്ളൊരു സംഭവത്തെ കിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ടി വരും, അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും. മറിച്ച് ഇന്ദ്രിയ സുഖം എന്ന് പറയുന്നത് അതിന് പ്രയത്നത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സമയമായി കഴിഞ്ഞാൽ അത് വരും. അതേപോലെ തന്നെ ദുഃഖങ്ങളും സമയമായി കഴിഞ്ഞാൽ വരും. നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ ദുഃഖങ്ങൾ വരുന്നത് എന്നാണ് ഇവിടെ ശ്ലോകം പറയുന്നത്. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ക്ലേശങ്ങൾ ജീവിതത്തിൽ വരാൻ? പക്ഷെ എന്നാലും വരുന്നു. അതേപോലെ ഇന്ദ്രിയ സുഖങ്ങളും തന്നെ വരും. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം മുഴുവനും അതിനുവേണ്ടി മാറ്റിവെക്കേണ്ട ആവശ്യമില്ല, പ്രയത്നിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി കിട്ടാനുള്ളതാണെങ്കിൽ വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. എന്നാൽ പ്രയത്നിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി. കാര്യം അതിന് പ്രയത്നം ആവശ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രമാത്രം ഭഗവാനിൽ നിന്ന് അകന്നുപോയി ഒരുപാട് അകന്നുപോയത് കൊണ്ട് നമുക്ക് തിരിച്ചു വരണമെങ്കിൽ അതിനുള്ള ഒരു പരിശ്രമം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് രൂപഗോസ്വാമി പറയുന്നത് ഉത്സാഹ നിശ്ചയ ധൈര്യ തത്തത് കർമ്മ പ്രവർത്തനാത്. ഉപദേശാമൃതത്തിൽ പറയുന്നു ഉത്സാഹത്തോടുകൂടി, അതേപോലെ നിശ്ചയദാർഢ്യത്തോടുകൂടി, ക്ഷമയോടുകൂടി നമ്മൾ തത്തത് കർമ്മ പ്രവർത്തന വേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ശാസ്ത്രങ്ങളിൽ പറഞ്ഞതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഭക്തി സേവനങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നു അതാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സമയം എവിടെ നമ്മൾ പാഴാക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് പാഴാക്കുന്നത്, എവിടെയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ ഊർജം എനർജി കളയുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾക്കുള്ളതാണെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് മിനിമം ചെയ്യണം. എന്നാൽ ഓവർ എൻഡവർ വേണ്ട എന്നുള്ളത് രൂപഗോസ്വാമി പറയുന്നുണ്ട്. അത്യാഹാര പ്രയാസശ്ച. പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ എൻഡവർ, ആവശ്യത്തിനേക്കാൾ കൂടുതൽ പ്രയത്നിക്കുന്നത്. പല ആളുകളും പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നതെന്നറിയില്ല. അവരുടെ സമയവും അവരുടെ ഊർജവും എനർജിയും എല്ലാം അവരതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് നേടുന്നത്? ഒന്നും നേടുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക്
ദുഃഖങ്ങൾ വരുന്നുണ്ട്. ഇന്ദ്രിയ സുഖങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ചപല സുഖങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ദുഃഖമാണ് കിട്ടുന്നത്. അത് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രയത്നിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഭക്തിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ പ്രയത്നം 100% അവിടെ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി സമയം കണ്ടെത്തി നമ്മുടെ സമയവും സാഹചര്യവും റിസോഴ്സസും ശക്തിയും എല്ലാം നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം. അല്ലാതെ സമയം പാഴാക്കാനുള്ളതല്ല എന്നുള്ളത് പ്രഭുപാദ് ഇവിടെ പറയുന്നു. സമയം പാഴാക്കാനുള്ളതല്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം എന്നുള്ളത് പ്രഭുപാദ് ഇവിടെ ഇൻസ്ട്രക്ഷൻ നമുക്ക് തരുന്നു. ഭാവാർത്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രഭുപാദ് അതാണ് പറയുന്നത്. ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം, അല്ലാതെ ഇന്ദ്രിയ സുഖങ്ങളല്ല എന്നുള്ളതാണ് പ്രഭുപാദ് ഇവിടെ തരുന്ന ഫൈനൽ ഇൻസ്ട്രക്ഷൻ 18ാമത്തെ ശ്ലോകത്തിൽ. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ 19ാമത്തെ ശ്ലോകം മുതൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगतगुरु श्रीला प्रभुपाद की जय, गौड़ीय गुरु वृंद की जय, शचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. हरे कृष्ण. ഹരേ കൃഷ്ണ. ഹരി ബോൾ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുജി ഭാഗവതേ ഉള്ളു, അമ്മയുടെ കയ്യിലാ ഭാഗവതം. അപ്പം മൊബൈലില് ഫോട്ടോ എടുത്താ വായിച്ചത്, ലൈറ്റ് പോയി, അതുകൊണ്ടാ താമസിച്ചത്. സോറി നോ പ്രഭുജി. പ്രോബ്ലം. സാരമില്ല. That's okay. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഉം. ഹരേ കൃഷ്ണ. പറയൂ. പ്രഭുജി, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഓരോ മനുഷ്യരും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ, ഭക്തി ലഭിക്കാനും ഭക്തി പ്രാക്ടീസ് ചെയ്യാനും ഭാഗവതം പോലുള്ളത് പഠിക്കാനും മാക്സിമം പ്രത്യേകിച്ച് പ്രയത്നിക്കണം. എന്നാലേ നമുക്ക് ഭക്തി ഉണ്ടാവും. അല്ലാതെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇന്ദ്രിയ ആസ്വാദനവും ദുഃഖവും നമുക്ക് തനിയെ വരും. അപ്പൊ നമ്മള് ഭഗവാന്റെ അഭിരുചി, ഭഗവാന്റെ ആ ആനന്ദം കുറച്ചെങ്കിലും അനുഭവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയും കൂടെ പ്രോത്സാഹിപ്പിക്കുമല്ലോ, ഇതിലേക്ക് നിങ്ങൾക്കും വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ജപിക്കാൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ഈ ഭാഗവതം ക്ലാസ്സിലേക്കൊക്കെ ക്ഷണിച്ചു കുറെ പേരെയൊക്കെ. അവര് കുറച്ചു ദിവസം നമുക്ക് സന്തോഷം തോന്നും, അവര് ജപിക്കുന്നുണ്ട്, രാവിലെ ഉണർന്ന് ഒരു മാലയെങ്കിലുമൊക്കെ ജപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആകാനൊക്കെ കുറച്ചു പേരൊക്കെ ശ്രമിച്ചു. അതുപോലെ ഭാഗവതം ക്ലാസ്സിലേക്കൊക്കെ 1-2 വന്നു. പിന്നെ അവര് തെന്നി മാറി അങ്ങ് പോയി. അവരോട് ചോദിക്കുമ്പോ എനിക്ക് പിന്നെ സമയം കിട്ടിയില്ല എന്നൊക്കെ അവര് പറയും. അപ്പൊ അവരും ഓൺ ദ വേ ടു ഭഗവാനാണ്. പക്ഷെ ഇപ്പൊ ഭഗവാൻ ഇന്നത്തത് കേട്ടപ്പം എനിക്ക് തോന്നിയത് ഇതൊന്നും വേസ്റ്റ് പാഴാകുന്നില്ല. നമുക്കറിയാം ഭഗവാന്റെ യാത്രയിലേക്ക് എത്താൻ കുറെ കാലം ചിലപ്പം പിന്നെ ആത്മാർത്ഥമായിട്ട് പിന്നെ ഭക്തിയിൽ മാത്രമായിട്ട് പരിശ്രമിക്കുന്നവരെക്കാളും ഭൗതിക ലോകവും കൂടെ ഭൗതിക ജീവിതവും കൂടെ കൊണ്ടുപോകുന്നവർക്ക് കുറെ കാലം കുറെ ജന്മങ്ങളെ വേണ്ടി വരും ആ യാത്രയിൽ. അപ്പോൾ അത് ഡൈവേർട്ടായി വേറെ കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആയിരിക്കും അവർക്ക് അത്രയും താമസം വരുന്നത്. ഞാൻ ചോദിക്കാൻ വന്നത്, നമുക്ക് ഇതിപ്പോ പറഞ്ഞു പാതാളം മുതൽ ബ്രഹ്മലോകം വരെയുള്ള യാത്രയില് ഈ ഓരോ ജീവാത്മാക്കളും ഓരോ ലോകത്തേക്കാവുമല്ലോ മരണശേഷം ഉള്ള പ്രക്രിയയൊക്കെ കടന്നു പോകുമ്പോ നമുക്ക് എൻ്റെ ഒരു സംശയം, നമുക്ക് ഈ യാത്രയില് പിന്നെ നമുക്ക് പലരെയും എനിക്ക് അറിഞ്ഞൂടെ, പോയി കാണും, ഓർമ്മയില്ല. ഈ യാത്രയിൽ നമ്മൾ പല ആൾക്കാരെയും ചിലപ്പോൾ നമ്മൾ തന്നെ ദുഃഖാവസ്ഥയിലേക്ക് വളരെ നമ്മുടെ ശരീരം വേദനാജനകം എന്നൊക്കെ ഞാൻ ഗരുഡപുരാണത്തിലെന്ന് വൈദ്യുതി ഭവനല്ലല്ലോ പിന്നെ കോവിലിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഗരുഡപുരാണത്തിൽ ഒരു ആത്മാവ് സഞ്ചരിക്കുന്നതൊക്കെ. അപ്പൊ നമുക്ക് അതില് കാണുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഇപ്പൊ കുറെ പേര് അങ്ങനെ ആ യാത്രയിലാണല്ലോ, നരകലോകത്തേക്ക് ആയാലും. അപ്പൊ നമ്മൾ ജപിക്കുന്ന ഈ ജപങ്ങളൊക്കെ രാവിലെയൊക്കെ ജപിക്കുന്നു, ഭഗവാനെ കൂടുതൽ അടുത്ത് മറ്റാരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ കുറെ സമയമൊക്കെ ഇരിക്കുന്നു. അപ്പൊ ആ നാമജപം അങ്ങനെയുള്ളവർക്കും പ്രയോജനപ്രദമാവോ പ്രഭു? നമ്മൾ ഈ വായിക്കുന്ന ഭാഗവതം
നമുക്ക് അതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രയോജനപ്രദമാവും. നമ്മൾ അവർക്ക് വേണ്ടി ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വല്ല പിതൃക്കൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ ഓർത്തുകൊണ്ട് അവർക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്താൽ അവർക്ക് അതിന് എഫക്റ്റ് കിട്ടും. ഇപ്പോൾ ലോകത്തിൽ പാതാളത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന എത്ര ആളുകളുണ്ട് എന്നറിയില്ല. അപ്പോൾ നമ്മൾ ചൊല്ലുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഭാവത്തിൽ ചെയ്യുവാണെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ ഞാൻ ഈ ചൊല്ലുന്ന നാമം അതിൻ്റെ ഒരു എഫക്റ്റ് ഇതേപോലെ ഒരുപാട് ആത്മാക്കൾ ഇവിടെ ഗതിയില്ലാതെ നരകങ്ങളിലേക്ക് പോകുന്നുണ്ട്, അവർക്ക് കൂടെ ഇത് പ്രയോജനമാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ അതിൻ്റെ എഫക്റ്റ് അവിടെ കൊടുക്കും, അവർക്ക് കൊടുക്കും. അത് നമ്മൾ ഭഗവാനോട് പറഞ്ഞാൽ അദ്ദേഹം അതിന് കൊടുക്കും, അവിടെ കൊടുക്കും. ശ്രീല ഹരിദാസ് ഠാക്കൂർ മഹാപ്രഭുവും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ. അവിടെ ഹരിദാസ് ഠാക്കൂർ പറയുന്നുണ്ട്, ഹരിദാസ് ഠാക്കൂറിൻ്റെ 192 റൗണ്ടുകൾ 64 റൗണ്ട് അദ്ദേഹം ഉറക്കെ ജപിക്കും, ഉറക്കെയാണ് ചൊല്ലുന്നത്. 64 അടുത്ത 64 അദ്ദേഹം ഉപാംശു ആണ് ചെയ്യുന്നത്. ഉപാംശു എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശബ്ദത്തിൽ അവനവന് മാത്രം കേൾക്കുന്ന ശബ്ദം. പിന്നെ മൂന്നാമത്തെ സെറ്റ് അദ്ദേഹം ചെയ്യുന്നത് മനസ്സിലാണ് ജപിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മഹാപ്രഭുവിനോട് പറയുന്നുണ്ട് ശ്രീല ഹരിദാസ് ഠാക്കൂർ, ഈ ഉറക്കെ ജപിക്കുമ്പോൾ ഒരുപാട് ആത്മാക്കൾ ഇവിടെ നടക്കുന്നുണ്ട്, അവർക്കൊക്കെ അതിൻ്റെ ഹരകൃഷ്ണ മഹാമന്ത്രം കിട്ടാൻ പോകണം, അവർക്കൊക്കെ ഇതിൻ്റെ എഫക്റ്റ് കിട്ടും, അവരെല്ലാവരും മുക്തിയുടെ പാതയിൽ അല്ലെങ്കിൽ ഭക്തിയുടെ പാതയിൽ അവർക്കും വരുവാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉറക്കെ ജപിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മളങ്ങനെ ജപിക്കുകയാണെങ്കിൽ ആ ഒരു ഭാവത്തോടുകൂടി ഹരിദാസ് ഠാക്കൂർ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം അങ്ങനെ ഉറക്കെ ചൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? എല്ലാവർക്കും അതിന് ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളത്, ഈ ചുറ്റുമുള്ള എല്ലാ ആത്മാക്കൾക്കും. ചിലപ്പോൾ കാണാത്ത ഒരുപാട് വൈറസിൻ്റെ രൂപത്തിലും ഉണ്ടാവും, പിന്നെ ചെടികളും മൃഗങ്ങളും എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടട്ടെ. അപ്പോൾ ആ ഒരു ഭാവത്തിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ഗുണം ഉണ്ടാവും. ആചാര്യൻ ഹരിദാസ് ഠാക്കൂർ നമ്മളെ പഠിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, അമാവാസി ദിവസം നമ്മൾ ഭാഗവത പാരായണം നടത്തുന്നുണ്ടല്ലോ. പ്രധാന ഉദ്ദേശം തന്നെ അതാണല്ലോ, പിതൃക്കൾക്ക് വേണ്ടി മോക്ഷം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ നമ്മള് അമാവാസി ദിവസം എല്ലാ അമാവാസി ദിവസവും ഭാഗവത എല്ലാവരും വീട്ടിലിരുന്നിട്ട് ഓരോരുത്തർക്ക് തന്ന ഭാഗം വായിച്ച് ഭഗവാന് സമർപ്പിക്കുന്നുണ്ട്, പ്രകൃതിയിലേക്ക് തന്നെ സമർപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള മോചനത്തിനും കൂടിയാണല്ലോ. അമാവാസി ദിവസം മാത്രം വേണ്ടിയിട്ടുള്ള അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്നും നമ്മൾ ചെയ്യുമ്പോഴും അതിന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് എഫക്റ്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി ശാസ്ത്രങ്ങളിൽ അങ്ങനെ ഓരോ ദിവസങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ടാവും. ചില ദിവസങ്ങൾ വളരെ പവർഫുൾ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഭാഗവതം എന്നും പാരായണം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാതാജി പറഞ്ഞതനുസരിച്ച് തീർച്ചയായിട്ടും ഈ പറയുന്ന പിതൃക്കൾക്കും അങ്ങനെയുള്ള ആത്മാക്കൾക്കൊക്കെ ഗതിയില്ലാതെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഗുണമുണ്ടാവും, 100% ഗുണമുണ്ടാവും, ഒരു സംശയമില്ല കാര്യത്തിൽ. അത്രയും പവർഫുള്ളാണ് ഭക്തി, അത്രയും പവർഫുള്ളാണ് നാമം ഭാഗവതമൊക്കെ. സോ എല്ലാവർക്കും ഗുണമുണ്ടാവും. അതായത് നിത്യം നാമം ചൊല്ലുമ്പോ നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ വിചാരിച്ചിട്ടാണ് ചൊല്ലുന്നത്. മരിച്ചുപോയ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ എഫക്ട് കിട്ടും, തീർച്ചയായിട്ടും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. യെസ്. ഹരേ കൃഷ്ണ. നമ്മുടെ ഓക്കെ, മനസ്സിലാവുന്നില്ല. അധികൃത പ്രഭു, എനിക്ക് മനസ്സിലാവുന്നില്ല. ഹരേ കൃഷ്ണ, ക്ലിയർ ഇല്ല അമ്മ, സോറി, അത് ഫോണിന്റെ കംപ്ലൈന്റ് ആ പ്രഭു. ശരി, അപ്പൊ എല്ലാവരും വരിക, സമയമായിരിക്കുവാണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രഭുജിയുടെ അതൊരു പോലെ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ വിജാപതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. 1 കോടി വൈഷ്ണവ